നമസ്കാരം സാർ. ഇന്നത്തെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഹോമിയോപ്പതിയിൽ ഡോക്ടർ ഹനുമാൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി വ്യാസങ്ങൾ എന്നറിയപ്പെടുന്ന 3 വ്യാസങ്ങളുണ്ട്. സോറ, സൈക്കോസിസ് ആൻഡ് സിഫിലിസ്. സോറയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഹനുമാൻ്റെ പ്രധാനപ്പെട്ട 3 വ്യാസങ്ങളിൽ ഒന്നാണ് സോറ എന്ന് പറഞ്ഞു. മറ്റ് 2 വ്യാസങ്ങളുണ്ട്. ഈ സോറയെക്കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. സോറ എന്ന് പറയുമ്പം ഹനുമാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യാസമാണ്, ഏറ്റവും വലിയ വ്യാസമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സോറയെക്കുറിച്ചൊരു ചെറിയ ധാരണ വരുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം ഞാനെന്ന് പറയാം. അപ്പോഴാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. മെലിഞ്ഞ ശരീരം, വളഞ്ഞിരിക്കും, ഷർട്ടും മുണ്ടുമൊക്കെ മുഷിഞ്ഞ വേഷമായിരിക്കും. ഇവിടെ ദേഹത്ത് ധാരാളം ചൊറികളൊക്കെ കാണും. എന്നിട്ടത് ചിലത് പഴുത്ത് പൊട്ടി ഇങ്ങനെ വെളുത്ത കുമള പോലൊക്കെ നിൽക്കും. വ്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വ്യാസത്തിനെക്കുറിച്ച് ചില അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വ്യാസമല്ല, നിങ്ങളിത് കേൾക്കുമ്പോൾ തോന്നും ഇതെന്ത് വ്യാസമായിട്ട് ഇതിനെന്താ ബന്ധമെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ എൻജിഒഡി പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ABCD പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഗ്രാമർ പഠിക്കുന്നുണ്ട്. പിന്നെ വ്യാസം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരെ വ്യാസത്തിലേക്ക് കയറുന്നത്? നമ്മളെല്ലാം ഹനുമാന്മാരാണോ? ഒന്നുമല്ലല്ലോ. അപ്പം നമ്മളതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാണുമ്പോൾ പേടിക്കും, ഭയപ്പെടുകയൊന്നും വേണ്ട. അപ്പം വ്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അത് എന്താണെന്ന് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഹനുമാൻ്റെ പ്രൈമറി വ്യാസങ്ങൾ എന്ന് പറയുന്നത് സോറ, സൈക്കോസിസ് ആൻഡ് സിഫിലിസ് 3 വ്യാസങ്ങളാണ്. ഈ 3 വ്യാസങ്ങൾ പഠിച്ചാൽ ഈ ലോകത്തിലുള്ള സകല വ്യാസങ്ങളും നമ്മൾ പഠിച്ചു എന്നാണ് അർത്ഥം. 4ാമതൊരു വ്യാസം നമ്മൾ പഠിക്കേണ്ട, വേറെ പഠിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വ്യാസത്തിന് ഞാൻ 3 കളർ കൊടുത്തിട്ടുണ്ട്. സോറ എന്ന് എഴുതിയിരിക്കുന്ന മഞ്ഞ കളറിലും, സൈക്കോസിസ് എന്ന് എഴുതിയിരിക്കുന്നത് റെഡ് കളറിലും, സിഫിലിസ് എന്ന് എഴുതിയിരിക്കുന്നത് ബ്ലൂ കളറിലുമാണ്. അത് ഞാൻ വെറുതെ ഞാൻ കൊടുത്തതല്ല, എന്നെക്കാട്ടി പൂർവ്വം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൊടുത്ത കളറാണ് അത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് വ്യാസത്തിന് ഇങ്ങനെ കളർ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ഈ കളർ കൊടുക്കുന്നത്? ഈ വ്യാസം ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്തൊരു സംഭവം ആയതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കളർ കോഡ് കൊടുത്തു. ഈ കളർ കോഡ് കൊടുക്കുമ്പം മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയാണെന്ന് വെച്ചു, അതിൻ്റെ അച്ഛനും അമ്മയും കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ എൻ്റെ കൊച്ചിന് എന്താ അസുഖം? നമ്മളിൽ എത്ര പേര് പറയും ഇന്നത് അസുഖമെന്ന്? നമ്മുടെ പതോളജിയുടെ സിലബസ് കുറച്ചുകൂടെ കടുപ്പിക്കണം, ഇച്ചിരി കൂടെ ടഫാക്കണം. അത് എങ്കിലേ ശരിയാകത്തുള്ളൂ. അപ്പം നമുക്ക് ഈ സോറ എന്നോ നിങ്ങളുടെ കൊച്ചിന് സിവിലിറ്റിക്കലാണ് കേട്ടോ, അല്ലെങ്കിൽ സൈക്കോസിസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയിരുന്ന് ആലോചിക്കുക, എൻ്റെ കൊച്ചിന് വട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് സിഫിലിസാണോ, മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് ഈ കൊച്ചിന് സിഫിലിസാണോ എന്ന് അച്ഛനും അമ്മയും ആലോചിക്കും. ഇത് രോഗം നമ്മളിപ്പം നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരും ഹോമിയോ ഡോക്ടർമാരായിരിക്കത്തില്ല, സാധാരണക്കാരാണ് വരുന്നത്. അവർ ഈ ഹോമിയോപ്പതിയും പഠിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് എന്തായാലും കളറാന്നേലും പറയാൻ പറ്റത്തില്ല. അത് ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ വ്യാസം പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം അതാണ്. നമ്മൾ പതോളജിയും കൂടെ പഠിച്ച് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 3 വ്യാസങ്ങൾ 3 കളറുകൾ കൊടുത്തിരിക്കുന്നു. ഈ കളറിൽ സോറയ്ക്ക് മഞ്ഞ കളറും, സൈക്കോസിസിന് റെഡ് കളറും, സിഫിലിസിന് ബ്ലൂ കളറുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോറയ്ക്ക് മഞ്ഞ കളർ കൊടുത്തത്, വേറൊരു കളർ കൊടുത്തു കൂടായിരുന്നു എന്ന് ചിന്തിക്കത്തില്ലേ?